ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ സർവീസിനായിട്ട് കയറിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ച വണ്ടി നമ്മൾ എടുത്തുകൊണ്ടെന്നാണ്. കൂട്ടത്തിൽ നമ്മൾ ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചത് പ്ലഗ് പോയായിരുന്നാണ്. പ്ലഗ് മാറ്റി പുതിയതിട്ടതിന് ശേഷം വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി. അപ്പോൾ ബ്രേക്ക് ഇച്ചിരി കുറവ് കാണിക്കുന്നുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ ഏകദേശം മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈനർ പുതിയതിടുന്നതായിരിക്കും ബെറ്റർ. കാരണം അഡ്ജസ്റ്റിങ് ഏറെക്കുറെ എൻ്റെ ഒരു 90% കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. പിന്നെ അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ് നടക്കണേ. ടയറായാലും പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ ഓക്കെ ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ട ടൈമാണ്. എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. ഓൾറെഡി നമുക്ക് പ്ലഗ് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പുതിയ പ്ലഗ് ഇട്ടതിന് ശേഷമാണ് വണ്ടി ഓടിച്ചു വയ്ക്കുക. അപ്പോൾ എയർ ഫിൽട്ടർ, പ്ലഗ്, സെക്കൻഡറി ഫിൽട്ടർ ഇത് മാറ്റേണ്ട ഒരു ടൈമാണ്. ശരിക്കും അത് ഓരോ 10,000 കിലോമീറ്ററിലുമാണ് എയർ ഫിൽട്ടറും പ്ലഗ് മാറ്റേണ്ടി വരാം. അപ്പോൾ അത് മാറ്റേണ്ട ഒരു ടൈമാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് ഈ സൈഡ് ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്ന ടൈപ്പ് ബെൽറ്റാണ് നമുക്ക് കിടക്കണത്. പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യണത്. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. നല്ല ബെൽറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചെറിയൊരു തേമാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബുഷിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഈ സൈഡ് തിരിഞ്ഞിട്ടുള്ള ചെറിയ തേമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പരമാവധി ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി. ഈ തേമാനം സൈഡ് തിരിഞ്ഞ് തേമാനം വരുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ നമുക്കൊരു ജെർക്കിങ്ങിൻ്റെ ഫീലിംഗ് കാണിക്കും ക്ലച്ച് സൈഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം യൂസ് ചെയ്യാം. കുറേ കൂടി ഓടി കഴിയുമ്പോൾ വേരിയേറ്റർ ബോഡിയൊക്കെ മാറ്റേണ്ടി വരും. ആ കൂട്ടത്തിൽ അത് മാറ്റിയിട്ട് അത് മതി. പിന്നെ നമ്മൾ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ബെൻഡെക്സിൻ്റെ ഈ ഒരു കപ്പിനൊക്കെ ചെറിയൊരു സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബെൻഡെക്സ് വർക്ക് ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ പരമാവധി യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റൊക്കെ കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ക്ലച്ച് യൂണിറ്റും ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളില്ല. കാരണം കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് ജനറലായിട്ടുള്ള സർവീസിൽ വരുന്നതല്ല. പക്ഷേ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്റർ അഴിക്കാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോൾ വന്ന വണ്ടികൾ, ഒട്ടുമിക്ക വണ്ടികളുടെയും കാർബറേറ്റർ മോഡലുള്ള വണ്ടികൾ, പുതിയ വണ്ടികൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വരാം. പഴയ വണ്ടികൾ ഈ പറഞ്ഞ പോലെ കാർബറേറ്റർ മോഡൽ വണ്ടികളാണ് വരാം. അപ്പോൾ ആ കാർബറേറ്റർ മോഡൽ വണ്ടികളിൽ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്. ഈ കാർബറേറ്ററിൻ്റെ ഈ അടിഭാഗം വഴി, അടിയിൽ ഈ പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് ചാടി പോകുന്ന കംപ്ലയിൻറ്റ്. അതാണ് മെയിനായിട്ട് തന്നെ പ്രോബ്ലം. അതല്ലെങ്കിൽ മിസ്സിങ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിലവിൽ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാർബറേറ്റർ തൽക്കാലം അഴിക്കേണ്ട. താമസിയായിട്ട് നമുക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നേക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റാണ് ഈ പറഞ്ഞ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിങ് കംപ്ലയിൻറ്റ്. എന്തായാലും കാണിക്കും. പക്ഷേ കാണിക്കുമ്പോൾ അഴിച്ചാൽ മതി. നമ്മൾ പരമാവധി യൂസ് ചെയ്യാം. കാരണം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വർഷം അഴിച്ച് ക്ലീൻ ചെയ്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ പരമാവധി ഉപയോഗിച്ചതിന് ശേഷമൊക്കെ നമ്മൾ അഴിച്ചാൽ മതി. കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് അഴിച്ചാൽ മതി. അതുവരെ ഓടട്ടെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബുഷുകൾ ഓൾറെഡി നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ബുഷായാലും ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്, ലിങ്കിൻ്റെ ബുഷായാലും ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ നല്ല ടയർ കിടക്കണേ. ആ ബുഷുകൾ പോയി കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരും. അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് തേമാനം കാണിക്കും. ബുഷും കൂടി പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിരിക്കും ആ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയതിന് ശേഷം പറഞ്ഞാൽ മതി എന്തെങ്കിലും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു. ഏകദേശം ഒരു 75% കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. ഈ ഒരു സർവീസ് തൽക്കാലം കിടന്ന് ഓടട്ടെ. അടുത്ത സർവീസിൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കും. പിന്നെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി പിരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയർ. അതാണ് എൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി. 13.35 റേഞ്ച് വരെ വോൾട്ട് കിട്ടണുണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.50, അതായത് 9.5 വോൾട്ട് നിലവിലുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല. വണ്ടി ബാറ്ററിയുടെ കേസ് ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു പ്ലഗിൻ്റെ കേസ്. പ്ലഗ് ഇപ്പോൾ മാറ്റി നമ്മൾ പുതിയത് ഇട്ടതിന് ശേഷം പഴയ പ്ലഗാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ മാറ്റി പുതിയത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലഗ് എന്തെങ്കിലും മാറണം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും ഇവിടെയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടണം. എഞ്ചിൻ ഓയിൽ മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തെടുക്കാം. അപ്പോൾ നിലവിൽ ജനറലായിട്ട് വന്ന സർവീസാണ് നിലവിലുള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് പാർട്സുകളാണ് മാറ്റേണ്ടി വരാം. ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ട് വാഷ് ഓറിങ്ങും മാറ്റിയിടണം. പിന്നെ എയർ ഫിൽട്ടർ, സെക്കൻഡറി ഫിൽട്ടർ, പ്ലഗ്, ഈ 3 ഐറ്റമാണ് നമുക്ക് ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വരാം.
ഫ്രണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് ബുഷുകളും പോയി കിടക്കുക, ഗ്രീൻ ബുഷും ലിങ്ക് ബുഷും പോയി കിടക്കുകയാണ്. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ അത്രയാണ് നമുക്ക് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം. അതിനകത്ത് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ജർക്കിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് സൈഡ് കേട്ടോ. തൽക്കാലം സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് പിടിപ്പിച്ചേക്കാം. ഈ ഫൈബർ ബോഡി ആയതുകൊണ്ട് തന്നെ ജർക്കിങ് കാണിച്ചുകൊണ്ടിരുന്ന ഈ സംഭവം പൊട്ടിപ്പോവും. ഓൾറെഡി ഇവിടെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് ഈ സൈഡ് കണ്ട, ഈ ഭാഗത്തായിട്ട്. കുഴപ്പമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.